നമസ്കാരം, ഗുരുവായൂർ ഓഡിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ സത്സംഗ കൃഷ്ണൻ കുഞ്ഞി പാവമുണ്ട്, അതായത് കസവ് മുണ്ടൊക്കെ എടുത്ത് വേഷ്ടിയൊക്കെ ഇട്ട് ഗോപിക്കുറിയൊക്കെ തൊട്ട് കേരളീയ സമ്പ്രദായത്തിൽ അവിടെയൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഞ്ഞി കൊടുക്കുന്ന സ്ഥലത്ത്, കലവറയിൽ, പ്ലാവില കുത്തുന്നിടത്ത്, കലാപരിപാടികൾ നടക്കുന്നിടത്ത്, തിരക്കുള്ളിടത്ത്, വരിയിൽ നിൽക്കുന്നിടത്ത്, അങ്ങനെ ഓരോ സ്ഥലത്തും ഓടി നടന്ന് കണ്ണൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ ഉത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും എൻ്റെ ഭക്തർക്ക് ആർക്കാണ് വയ്യാതെയായത്, ആർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, പാൽപ്പായസം വാങ്ങാനുള്ള ക്യൂ എത്രത്തോളമായി, അവർക്ക് എപ്പോഴാണ് കിട്ടുക, അവർക്ക് വേദന, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കാലുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണന് നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഉത്സവ വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്ന് ഉത്സവത്തിന് 7ാമത്തെ ദിവസമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് വിവാഹ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ ആ ഒരു തെക്കേ നടയിലെ നടപ്പന്തലിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കഞ്ഞി കുടിക്കുന്ന ആ ഒരു ക്യൂ ആണെങ്കിലും അകത്താണെങ്കിലും എല്ലായിടത്തും തിരക്ക് മയം എന്ന് പറയില്ലേ, അത്ര മഹാജനങ്ങളുടെ ഒരു സമുദ്രം തന്നെയായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാലും നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ തരായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഉത്സവ പ്രസാദ ഊട്ടിലേക്ക്
മുന്നോട്ട് എടുത്തോ ഇതൊരു കാണണം ഞാൻ കണ്ടത് പാലക്കാരനാ എന്താ ആവശ്യപ്പെട്ട് ഞാൻ വെള്ളം കൊണ്ടുവരാൻ പറയാം ശരി ശരി മാസ്ക് ആയിരിക്കും കാണാലോ.
കഞ്ഞി കുടിക്കുന്ന വിശേഷങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ കഞ്ഞി കുടിക്കുന്ന കഞ്ഞിയുടെ ആ ഒരു പ്രസാദൂട്ടിൻ്റെ പന്തലിലത്തെ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് മഹേഷ് എന്നൊരു പയ്യനാണ് കേട്ടോ. എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് മഹേഷ്. ഞങ്ങൾ ചെന്നാൽ അവിടെ ആ ഒരു വരിയിലൂടെ ഞങ്ങളെ അങ്ങോട്ട് അകത്തേക്ക് കടത്തുന്നതും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ 3 പേരും കഞ്ഞി കുടിക്കാനിരിക്കുകയാണല്ലോ, അപ്പം ഞങ്ങളുടെ ക്യാമറാമാനായിട്ട് മഹേഷ് ഉണ്ടാവാറുണ്ട്. മഹേഷിനോട് താങ്ക് യു പറയണു. ഇന്ന് മഹേഷിൻ്റെ ബ്രദറാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നത്, അപ്പോൾ അദ്ദേഹത്തിനോടും താങ്ക് യു പറയണു. അത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ വരുന്ന ചേച്ചിമാരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ മനസ്സ് നിറയണ രീതിയിലാട്ടോ അവർ കഞ്ഞി വിളമ്പി തരിക. കഞ്ഞിയും പുഴുക്കും ശർക്കരയും നാളികേരക്കത്തും ഒക്കെ കൊണ്ടുവന്ന് തന്ന് പപ്പടവും ഒക്കെ തന്നിട്ട് പിന്നെ രണ്ടാമതൊരു വരവുണ്ട്, എന്തെങ്കിലും വേണോ, പപ്പടം വേണോ, ശർക്കര വേണോ, നാളികേരക്കൊത്ത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് ഏറ്റവും അറ്റത്തിരിക്കുന്ന ഒരാൾ പപ്പടം ചോദിച്ചാൽ മതി, അവരതിനു വേണ്ടി മാത്രമായിട്ട് രണ്ടാമത് പോയി പപ്പടം എടുത്തു കൊണ്ടുവരും. അതുപോലെ പുഴുക്കൊക്കെ നമുക്ക് ആവശ്യാനുസരണം നല്ലോണം തരികയാണ് കേട്ടോ. ഇനിയും വേണോ എന്ന് ചോദിച്ചിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ടേ പോവാവൂ എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ടാണ് നമുക്ക് വിളമ്പി തരുന്നത്. ഉറപ്പായിട്ടും നല്ല എഫേർട്ടുള്ള ജോലിയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ 11-11:30 ആവാറുണ്ട്. 2-2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തതിൻ്റെ ഒരു വിഷമവും കാണിക്കാതെയാണ് അവർ ഞങ്ങളുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യണേ കേട്ടോ. ഞങ്ങളുടെ അടുത്ത് മാത്രമല്ല, ആ ഒരു റോലിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരുടെ അടുത്തും ഇനി വേണോ, ഇനി കഞ്ഞി വേണോ, വയറ് നിറഞ്ഞോ, കുറച്ചുകൂടെ വേണോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും തരുമ്പോൾ നമ്മുടെ മനസ്സാണ് നിറയണത്. കഞ്ഞി കുടിച്ച് വയറ് നിറയണതിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സാണ് നിറയണത്. ഇത് അവരുടെ ഉപാസനയായിട്ട് ഭഗവാന്റെ ആ ഉത്സവത്തിൽ എൻ്റെ പങ്കിതാണ് എന്ന രീതിയിലാണ് ഓരോരുത്തരും ചെയ്യുന്നത്, സേവനമായിട്ടാണ് ചെയ്യുന്നത്. വളരെ 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 സന്തോഷം തോന്നുന്നു അവരുടെയൊക്കെ പ്രവൃത്തികൾ കാണുമ്പോൾ. അപ്പോൾ എന്താ പറയുക, ഇതൊന്നും വെറുതെ വരണതല്ല കേട്ടോ. ചിലപ്പോൾ ഇവരുടെ ഒന്നും ശരിക്കും എല്ലാ ദിവസത്തെയും പെരുമാറ്റം ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഇതൊക്കെ അവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് എല്ലാം നേരെയാക്കി കൊടുക്കണത്. ഞാൻ പറയാറില്ലേ, ഇവിടെ വന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തരുന്ന പോലെയാണ് പറയണേന്ന്. അതേപോലെ അവരിങ്ങനെ ചോദിക്കുന്നത് എൻ്റെ ഉത്സവമല്ലേ, അവർ എൻ്റെ കഞ്ഞി കുടിക്കാനല്ലേ വന്നിരിക്കണത്, അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കൂ എന്ന് ഓരോ ഗോപാലന്മാരോടും ഗോപികമാരോടും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പനെന്ന് തോന്നുന്നു. അവർ ആ രീതിയിൽ സ്നേഹപൂർവ്വമാണ് നമുക്കിതൊക്കെ കൊണ്ടുവന്ന് തരണം കേട്ടോ. കാണുമ്പോൾ നമുക്ക് മനസ്സും നിറയും, കുടിക്കുമ്പോൾ നമുക്ക് വയറും നിറയും. എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവർക്കും സാധിക്കട്ടെ. അടുത്ത വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും ഉത്സവത്തിൻ്റെ കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ, ചോദ്യവും ഉത്തരവും ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഇന്നലെ വന്നൊരു കമൻറ്റ് കേട്ടോ, ഞാൻ ആ കമൻറ്റ് വായിക്കാം. സത്യഭാമ എന്നൊരു ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സരിത ഒരിക്കലും അഹങ്കാരം തോന്നരുത് കേട്ടോ, ഒരു ഓവർ കോൺഫിഡൻസ് വരുന്നുണ്ട് എന്നൊരു സംശയം. ഇതൊരിക്കലും നെഗറ്റീവ് കമൻ്റായിട്ട് പറഞ്ഞതല്ല കേട്ടോ, എന്നോടുള്ള ഒരു അമിതമായ വാത്സല്യത്തിൻ്റെ പുറത്ത് മാത്രം പറയുന്നതാണ്. എനിക്ക് മനസ്സിലായി, ശരിയാണ്, ഓവർ കോൺഫിഡൻസും അഹങ്കാരവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് ലെവല് അല്ലെങ്കിൽ ഒരു അഹങ്കാരം, ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കാര്യങ്ങളാണ്. നമുക്ക് ആ കോൺഫിഡൻസിൻ്റെ ലെവൽ കൂടും തോറും അഹങ്കാരിയായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എന്നെ പോലെ ഒരു ഇത്തിരി സാധാരണ ലെവലിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സെലിബ്രിറ്റി ആയി എന്നൊക്കെ തോന്നൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു അഹങ്കാരമൊക്കെ വരും. അപ്പോൾ എനിക്കും തോന്നലുണ്ട് കേട്ടോ, ഈശ്വര ഞാൻ അഹങ്കാരിയായി മാറണ്ടോന്ന്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് വർത്താനം പറയുമ്പോഴത്തെ പേടിയും ചമ്മലും ഒക്കെ മാറിയിട്ടുണ്ട് എനിക്ക് നല്ലോണം. ഇത്തവണ എനിക്ക് നടയിൽ നിന്ന് ഇതൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ചിലപ്പോൾ അതൊക്കെ എൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് തോന്നണേ. ഞാൻ മാറ്റാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും അഹങ്കാരം തോന്നിയെങ്കിൽ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ പറഞ്ഞോളൂ, ഞാൻ തിരുത്താം. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ക്ഷമിക്കണം, എല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം, ഇതുപോലെ പറഞ്ഞു തരണം. കുറച്ച് ഒരു പിടിക്ക് ഒന്ന് അടങ്ങി നിൽക്കൂ കുട്ടി, ഇങ്ങനെ അഹങ്കരിക്കരുത് എന്ന് പറയണോണ്ട് ഒരു വിരോധമില്ല കേട്ടോ. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ സ്വന്തം അനിയത്തിയോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ ഒക്കെ പറയണ പോലെയൊക്കെ തന്നെയുള്ളൂ, എനിക്കറിയാം. അപ്പോൾ സത്യഭാമ അമ്മ എപ്പോഴാണ് ഇങ്ങനെ തോന്നിയത് എനിക്കറിയില്ല, തോന്നിയെങ്കിൽ ക്ഷമിക്കൂ. ഞാൻ എന്തായാലും അത് മനസ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാളത്തെ വിശേഷങ്ങൾ പറയാം.
നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 8ാം ഉത്സവബലി നടക്കുന്ന ദിവസമാണ്. ഉത്സവബലി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വിഷ്ണു അത് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ പുറകിൽ നിന്ന് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷം അതിനൊന്നും സാധ്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. അപ്പം ഫയൽ വീഡിയോ ഫോട്ടോയോ ഒക്കെ കാണിച്ചു തരാം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഉത്സവബലി എന്ന് പറയുന്നത് ബലി തൂകൽ തന്നെയാണ്. മറ്റേ വലിയ ബലിക്കല്ല് കണ്ടിട്ടുണ്ടാവും, കൊടിമരത്തിൻ്റെ ചോടയായിട്ട് വലിയ ബലിക്കല്ല്, നമ്മളുടെയൊക്കെ അത്രയും പൊക്കമുള്ള അത്രയും വലിയ ബലിക്കല്ല് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് മന്ത്രപൂർവകം ഒരു ബലിതൂവൽ ചടങ്ങിനെയാണ് ഉത്സവബലി എന്ന് പറയുന്നത് കേട്ടോ. അതിന് കുറേ നേരമുണ്ട്. കുറേ അതിൻ്റെ തന്ത്രപരമായ കാര്യങ്ങൾ മന്ത്രപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അത് രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ക്ഷേത്രത്തിനകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഭക്തജനങ്ങൾക്ക്. അത് കാണാൻ ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടാവും, നല്ല തിരക്കുണ്ടാവും. കാരണം ഈ 8ാം ഉത്സവത്തിൻ്റെ അന്ന്, ഉത്സവ ബലിയുടെ അന്ന്, ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ ഉത്സവ ബലിയുടെ അന്ന് 30 മുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് വിശ്വാസം. പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ അന്നത്തെ ദിവസം മുഴുവനും അമ്പലത്തിൽ ചിലവഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം അവിടെ എല്ലാ ദേവന്മാരുടെയും പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത്രയും പോസിറ്റീവ് എനർജി നമ്മളിലേക്കും എത്തട്ടെ എന്ന് കരുതിയിട്ട് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശി അടക്കം കുറച്ച് പേരൊക്കെ എനിക്ക് അങ്ങനെ അറിയാം. അപ്പം അതുപോലെ നിങ്ങൾക്കും വരാൻ സാധിക്കട്ടെ. ഓരോരുത്തർക്കും ഉത്സവ ബലിയുടെ അന്ന് വന്ന് തൊഴാൻ സാധിക്കട്ടെ. കുറച്ച് നേരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അപ്പം നാളെ അതൊക്കെയാണ് വിശേഷം. ഉത്സവ ബലിയാണ് പ്രധാന ചടങ്ങ്. ഉത്സവ ബലിയുടെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. നന്ദി. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.